ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ 8th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവേ കുട്ടികൾക്കെല്ലാം നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നേക്കാൾ ഇഷ്ടം ഇതേപോലത്തെ കാർഡ്സൊക്കെയാണ്. അപ്പോൾ അവൻ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് തുറന്ന ആൾ വായിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പഴമായിരുന്നു. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സെലിബ്രേഷൻസൊക്കെ വൈകിട്ടത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ മുത്തശ്ശൻ കൊണ്ടുവന്ന ചക്കയൊക്കെ അരിഞ്ഞ ശേഷം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ചക്ക വറുത്തത് വാങ്ങാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ വറുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ കുറേ നാളുകൾ കൂടിയിട്ടാണ് വീട്ടിൽ ചക്ക വറക്കുന്നത്. അങ്ങനെ സച്ചുവിന് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് കൂടുതലും ക്രോക്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു ക്രോക്സും പിന്നെ ഈ ഒരു ഷർട്ടും ആണ് കേട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് വരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഈ ഒരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ അടിപൊളി ലഞ്ചും ഉണ്ടായിരുന്നു. അങ്ങനെ ഹോം ഫിലിമൊക്കെ കണ്ടിരുന്നേ. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും സച്ചും ഇളയ മാമനും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയ ശേഷം തിരിച്ചു വരുന്ന വഴി നമ്മൾ ഈ വീട്ടിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോഴാണ് കേട്ടോ മാമൻ പറഞ്ഞത് സച്ചുവിന് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷോപ്പിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു കഴുത അവിടെ നിൽക്കുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി ഞങ്ങൾ അവനൊരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വടയും ചായയും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 മണിയായപ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ മെയിനായിട്ടുള്ള കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സാണ് കേട്ടോ പാവ് പട്രോൾ എന്ന് പറയുന്ന കാർട്ടൂണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഉള്ള ഒരു കേക്കാണ് ഞാൻ ചേച്ചീനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞങ്ങളൊരു സർപ്രൈസ് എന്ന പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹാപ്പിയാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വാനില ഫ്ലേവറിലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരുടെയും വക സച്ചുവിന് ഗിഫ്റ്റും കിട്ടി കേട്ടോ. അവൻ ഡബിൾ ഹാപ്പി. അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് ഫുഡ് ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഇതിൻ്റെ സൈഡായിട്ട് അമ്മ മാങ്ങാപ്പഴം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൂച്ചട്ടി ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.